ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ തൈര് വിഭവമായാണ്. നമുക്കെല്ലാവർക്കും തിരക്കുള്ള സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചോറിനൊപ്പം കഴിക്കാൻ തയ്യാറാക്കാവുന്ന ഏറ്റവും രുചികരമായ ഒരു വിഭവമാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ കാണാം. ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ തൈര് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമുക്കൊരു 120 ml കപ്പിന് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്തി കൊടുക്കാം. തേങ്ങ ചിരകിയതോ കട്ടാക്കിയിട്ടോ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 നമ്മുടെ ചുവന്നുള്ളിയും ചേർത്തി കൊടുക്കാം. 2 പച്ചമുളക് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ തൈര് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 ml കപ്പിന് ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളി കുറവുള്ള തൈരാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ കുറച്ച് ബ്ലെൻഡാക്കി വെച്ചതുണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം തൈര്. ഇനി വീണ്ടും നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ ഇതാട്ടോ, നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കേട്ടോ. നമ്മൾ തൈര് ഒഴിച്ചാൽ ചെറുതായിട്ട് ഇനി ഇങ്ങനെ കുറച്ച് ലൂസായിരിക്കും. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂണോളം കടുകും, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം 1/2 ടീസ്പൂണോളം ആയിട്ട് നമുക്ക് ഉലുവയും ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് ചുവന്നുള്ളി നമുക്ക് ചെറുതായി കട്ടാക്കിയതും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതൊന്നും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ നമ്മുടെ മിക്സിയിൽ നമ്മൾ അരച്ച് വെച്ച മിക്സും കൂടി ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ തൈര് കറിയിൽ ശ്രദ്ധിക്കണം, നമുക്കിത് നന്നായിട്ട് തിളക്കാൻ പാടില്ല കേട്ടോ. ആ ചൂടിലായിരിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഒരു കറി ബെസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല ഉഷാറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. തിരക്കുള്ള സമയത്തൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചോറിനൊപ്പം കഴിക്കാൻ തയ്യാറാക്കുന്ന ഏറ്റവും രുചികരമായ ഒരു വിഭവമല്ലേ ഇത്. ഇനി നമുക്കിതാ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ഇത്തരം ലളിതമായ വിഭവങ്ങൾ നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരീക്ഷിക്കണേ. ഇത് ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻറ്റുകളും എനിക്ക് അടുത്ത വീഡിയോകൾ കൂടുതൽ നന്നായി ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ തരത്തിലുള്ള വിഭവമാണ് കാണാൻ താല്പര്യം എന്നും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ സ്നേഹവും പിന്തുണയുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.